ഞാനിന്ന് VK ശ്രീകണ്ഠൻ്റെ ഒരു പ്രതികരണം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ പ്രതികരണത്തെക്കാൾ കൂടുതൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് അതിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാടധികം കമൻറ്റുകളാണ്. അതിന് താഴെ ആ പ്രതികരണം VK ശ്രീകണ്ഠൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ PK ശശിയെ സ്ഥാനാർത്ഥിയെ ആക്കുന്നതിനുള്ള ചർച്ചകൾ തീരുമാനമായിട്ടില്ല. വളരെ കൃത്യമായിട്ട് VK ശ്രീകണ്ഠൻ പറയുന്നുണ്ട്, തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ അത്തരത്തിൽ ചില ചർച്ചകൾ UDFൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു തീരുമാനങ്ങളുമായിട്ടില്ല. പക്ഷേ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് VK ശ്രീകണ്ഠൻ തുറന്ന് പറയുന്ന ഒരു പ്രതികരണം നടത്തുന്നതിൻ്റെ ഒരു രംഗമാണ്, ഒരു വീഡിയോയാണ്, ഒരു ദൃശ്യമാണ്. അപ്പോൾ അതിന് താഴെ ഒരുപാടധികം കമൻറ്റുകൾ ഇങ്ങനെ വന്നേക്കുക. ശശിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ, ശശിയെ മത്സരിപ്പിക്കാമെങ്കിൽ, ശശിക്ക് സീറ്റ് നൽകാമെങ്കിൽ പോരാളിയായ രാഹുലിനെ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്നൊക്കെയാണ് ചോദ്യമെന്ന് പറയുന്നത്. ഞാനിതിങ്ങനെ കണ്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയേണ്ടത്, നമുക്ക് ഉള്ളിനുള്ളിലൊരു ഒരു നിരാശ ഉണ്ടാവുമല്ലോ, അത് തോന്നി. സംഭവം ഇപ്പോൾ ഈ കമൻറ്റുകൾ അതൊരു ന്യൂസ് ചാനലിൽ വന്ന വാർത്തയാണ്, ഇന്ന് രാവിലെ വന്ന വാർത്തയാണ്. അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് ആ വാർത്ത അല്ലെങ്കിൽ ആ കമൻറ്റുകൾ VK ശ്രീകണ്ഠൻ കാണില്ല എന്നുള്ള കാര്യം 100% ഷുവറാണ്. കാരണം VK ശ്രീകണ്ഠൻ എന്തായാലും താൻ കൊടുത്ത ബൈറ്റ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഇത്തരത്തിൽ കമൻറ്റ് വന്നിട്ടുണ്ടോ എന്നൊന്നും VK ശ്രീകണ്ഠൻ തപ്പൂല. ഇനി നേരെ മറിച്ച് VK ശ്രീകണ്ഠൻ്റെ എങ്ങാനും സോഷ്യൽ മീഡിയ പേജുകളിലാണ് ഇത്തരം വാർത്ത വന്നിട്ട് അതിലല്ലെങ്കിൽ പ്രതികരണം, ഒരു വീഡിയോ വന്നിട്ട്, പോസ്റ്റ് വന്നിട്ട്, ആ പോസ്റ്റിന് താഴെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വന്നാൽ ഒരു പക്ഷേ, അതും ശ്രദ്ധിച്ചോളണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, ഒരു പക്ഷേ ശ്രദ്ധിച്ചേക്കാം. പക്ഷേ ഒരു വാർത്താ ചാനലിൻ്റെ താഴെ പോയിട്ട് ഇത്തരത്തിൽ കമൻ്റ് ഇട്ടതുകൊണ്ട് ശ്രദ്ധിക്കുമെന്നില്ല. അപ്പോൾ എനിക്ക് വലിയ നിരാശ തോന്നിയത് ഇതിപ്പോൾ VK ശ്രീകണ്ഠൻ കാണൂല എന്നുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ്. നിരാശ തോന്നിയ കാര്യമെന്ന് പറയുന്നത് VK ശ്രീകണ്ഠനോട് തന്നെ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഇപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ കമൻറ്റ് ചെയ്യുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ ഇവർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ? അല്ല. ഇത് ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതാ. എന്ത്? ശശിക്ക് ശശി അപ്പുറത്തുനിന്ന് ചാടി വന്നതാണ്. അപ്പോൾ ശശിക്ക് നിങ്ങൾ സീറ്റ് കൊടുത്തല്ലോ, നിങ്ങൾ എന്താ രാഹുലിനെ മത്സരിപ്പിക്കാത്തത് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ ഇത് എഴുതുന്ന എനിക്ക് അവിടെയാണ് എനിക്കൊരു ചിരിയും വരുന്നത്, സങ്കടവും വരുന്നത്. ഈ എഴുതുന്ന പൊട്ടന്മാർക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നാ. എന്ത്? പാലക്കാട്ട് സ്ഥാനാർത്ഥി രാഹുലാണെന്നുള്ളത് മനസ്സിലായില്ലേ? ആ രാഹുലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പണി എത്രയും എടുത്തത് VK ശ്രീകണ്ഠനാണ് എന്നുള്ളത് അത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ശ്രീകണ്ഠനോട് പറയുന്നത്, നിങ്ങൾ ശശിയെ സ്ഥാനാർത്ഥിയാക്കിക്കോ, രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കണ്ട, അവൻ ഞങ്ങളുടെ പോരാളിയാ. എവിടെ മണ്ടന്മാരെ, ഞാൻ പറയുന്നത് ഈ ഇത്തരം കമൻ്റ് ഇട്ടിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ AKG സെൻറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഈ രണ്ട് വെള്ളത്തിലും കാല് വെക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രതികരണം നിങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് കണ്ടാൽ അപ്പം നിങ്ങൾ മനസ്സിലായിക്കോ ഇത് AKG സെൻറ്ററിൽ നിന്നുള്ളതാണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? അതാണിപ്പോൾ ഇത്. കാരണം എന്താ, ശശി പാർട്ടിയെ വെല്ലുവിളിച്ച് പാർട്ടി വിട്ട് KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ശശി ഇപ്പോഴും UDFലേക്ക് എത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങിയ വ്യക്തി ഇപ്പുറത്ത് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള വല്ലാത്തൊരു ഭയം ഒന്ന്. അപ്പോൾ അതിനെ തടയണം, അതിന് വേണ്ട കരുക്കൾ നീക്കണം. അതാണ് ഇപ്പോൾ ശശിയെയും രാഹുലിനെയും ചേർത്ത് വെച്ച് ശശിക്കെതിരെ ആരോപണം ഉണ്ടായല്ലോ. അപ്പോൾ ശശിയെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നല്ലോ, നിങ്ങളുടെ പോരാളിയല്ലേ രാഹുലിനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നില്ലേ? ഇതൊക്കെയാണ് ചോദ്യം. ചോദിക്കാൻ ഈ മണ്ടന്മാരെ ഇത് ഒന്നാമത് ഇത് നിങ്ങളൊരു കാര്യം വെച്ചോ. ഇപ്പം ഇതേക്കുറിച്ച് ഈ CPM മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഇത്തരം പ്രതികരണം നടത്തുന്ന നിങ്ങൾ കണ്ടോ? കാരണം എന്താ,
അവിടെ അവർക്കറിയാം രാഹുൽ സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞു എന്നുള്ളത്. അതാണ് രാഹുലിൻ്റെ പാലക്കാട്ടേക്കുള്ള തിരിച്ചുവരവും രാഹുൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളും പ്രവർത്തികളുമൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് ഈ പറയുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി അറിയാം, രാഹുലിന് വേണ്ടി എല്ലാ ചരട് വലിച്ചതും വി കെ ശ്രീകണ്ഠനാണ് എന്നുള്ള കാര്യം കൂടി ഇവർക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. കാരണം പാലക്കാട് കോൺഗ്രസ്സിൽ വി കെ ശ്രീകണ്ഠൻ്റെ ഒരു അഭിപ്രായത്തെ മാനിക്കാതെ അല്ലെങ്കിൽ അഭിപ്രായം കേൾക്കാതെ പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും എന്നുള്ളത് അറിയാത്തവന്മാരാണ് ഇത്തരത്തിൽ അതിനിടയിലൊരു കാലിനിടയിൽ കോല് കയറ്റി തിരിക്കാനുള്ള ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഇടയിലൊരു കുത്തിത്തിരിപ്പിൻ്റെ കളിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പാവങ്ങളായിട്ടുള്ള ഈ ചില കളികളൊന്നും മനസ്സിലാകാത്ത ആളുകളുണ്ടാവില്ല. അവർ വിചാരിക്കും അത് ശരിയാണല്ലോ, ശശിയെ സ്ഥാനാർത്ഥിയാക്കുന്നു, എന്നാൽ പിന്നെ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല, എന്നാൽ പിന്നെ കോൺഗ്രസ്സുകാരെ 4 തെറി വിളിച്ച് കളയാം എന്ന് കരുതും. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താ? ശശിയെക്കുറിച്ചൊരു ചർച്ച ഒരു ഭാഗത്ത് ഉണ്ടായി എന്നതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ രാഹുലിനെ കുറിച്ച് ചർച്ചയുണ്ടായി എന്ന് മാത്രമല്ല, രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയാണ്. അതിനെക്കുറിച്ച് ഇനി ആർക്കും ഒരു വേവലാതിയും ആവലാതിയും ഒന്നും വേണ്ട. രാഹുൽ വളരെ കൃത്യമായിട്ട് പാലക്കാട് സ്ഥാനാർത്ഥിയാണ്, പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു തർക്കവും വേണ്ട. അങ്ങനെ ലഭിച്ച ചില ഈ പറയുന്ന ഉറപ്പുകൾ, ആ ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് ഈ പറയുന്ന വി കെ ശ്രീകണ്ഠനിൽ നിന്ന് തന്നെയാണ്. ആ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വന്ന് കിടന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ചുമ്മാ കമൻ്റൊക്കെ അടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, രാഹുലിനെ അങ്ങനെ അങ്ങ് കോൺഗ്രസ് കൈവിടുകയൊന്നുമില്ല. കോൺഗ്രസ് പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കും. രാഹുലിന് നൽകേണ്ട സ്ഥാനങ്ങളെക്കുറിച്ച് നൽകും. അയാളെക്കുറിച്ച് കോൺഗ്രസ്സിന് നല്ല മതിപ്പുണ്ട്, നല്ല അവഗാഹമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഒരു വലിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തി നിൽക്കുന്നത് പാലക്കാട്ടേക്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇപ്പം വന്നതിന് ശേഷം പാലക്കാട് തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, വിവാദങ്ങൾ, പുകമറകൾ, കേസ്, കുണ്ടാമണ്ടി, ഇതിനൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശങ്ങളുടെയും പ്രവർത്തന രീതികളുടെയും മാർഗരേഖകൾ അങ്ങനെ ചിലത് കൂടിയുണ്ട്. രാഹുലിന് ഉറപ്പ് നൽകുമ്പോൾ രാഹുലിന് മുന്നിൽ വെച്ച പല കണ്ടീഷനുകളുമുണ്ട്. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് രാഹുലിന് ഉറപ്പ് നൽകുമ്പോൾ രാഹുലിന് മുന്നിൽ വെച്ച പല കണ്ടീഷനുകളുമുണ്ട്. ആ കണ്ടീഷനുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിത രേഖകളാണ്. അതടക്കം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുലിനോട് തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ പാർട്ടി നിർദ്ദേശം നൽകിയതും ഉറപ്പ് നൽകിയതും എന്നുള്ള കാര്യം ആരും മറക്കണ്ട. അപ്പോൾ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ്. അതിന് ഒരു പ്രഖ്യാപനത്തിൻ്റെ ഒരു സമയം അത് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് ഉടനടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഉടനടി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ചർച്ചയ്ക്കുള്ള സമയമല്ല എടുക്കുന്നത്, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനടി ആദ്യഘട്ട പട്ടിക പുറപ്പെടുവിക്കും. കോൺഗ്രസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഈ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ 2ാം ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് 1ാം ഘട്ടത്തിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കോൺഗ്രസിന് മുമ്പിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ കാര്യകാരണങ്ങൾ സഹിതം എല്ലാം നമ്മുടെ മുന്നിൽ പറഞ്ഞോളണം എന്നൊന്നുമില്ല. അപ്പോൾ 1ാം ഘട്ടമാണെങ്കിലും 2ാം ഘട്ടമാണെങ്കിലും സ്ഥാനാർത്ഥി രാഹുൽ തന്നെയായിരിക്കും. രാഹുലിന് സീറ്റുണ്ട്, രാഹുൽ മത്സരിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കഥയറിയാതെ ആട്ടമാടരുത് എന്ന് പറയുന്ന കൂട്ടത്തിൽ
രാഹുലിനെ മത്സരിപ്പിക്കുന്നില്ല, ശശിയെ മത്സരിപ്പിക്കുന്നു, രാഹുലിനെ മത്സരിപ്പിക്കുന്നില്ല, ശശിയെ മത്സരിപ്പിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി ശശിയുടെ കാര്യത്തിൽ പോലും ഒരു തീരുമാനം ഉണ്ടായില്ല. ഒരു ചർച്ച ഒരു ഭാഗത്ത് നടന്നു എന്നതിനപ്പുറം ശശിയെ മത്സരിപ്പിക്കണോ, ശശിയെ പിന്തുണക്കണോ, ശശിയുടെ കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും കോൺഗ്രസിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. കോൺഗ്രസ് അല്ലാതെ തന്നെ ഒറ്റപ്പാലത്ത് മറ്റുള്ള പല ആളുകളുടെയും പേരുകൾ പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഈ അറിയുന്നതിന് മുമ്പ് വന്നിട്ട്, എസ്പെഷ്യലി ശ്രീകണ്ഠനെ പോലെയുള്ള ഒരാൾ, ശ്രീകണ്ഠന് എല്ലാ അർത്ഥത്തിലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുകയും രാഹുലിന് വേണ്ടി ചരട് വിളികൾ നടത്തുകയും ചെയ്ത വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ ഒരാൾ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുമ്പോൾ ആ ന്യൂസ് കമൻറ്റിന് താഴെ വന്നിട്ട് ഇത്തരത്തിൽ കമൻ്റൊക്കെ അടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കമൻറ്റുകൾ അടിക്കുന്നത്, അയ്യോ ഞാനെന്തോ ഒരു കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ രാഹുലിനെ ഭയങ്കര സപ്പോർട്ടാണ്, ബാക്കി അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചില ആളുകൾ അങ്ങനെ ഉണ്ട്. രാഹുലിനെ വലിയ സപ്പോർട്ടാണ്, ബട്ട് കോൺഗ്രസ് നേതാക്കളെ പരത്തെറി വിളിക്കുക, അതൊരു രീതിയല്ല. അതൊന്നൊരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതും കളികൾ നടത്തുകയാണ്. രാഹുലിനെ എല്ലാ അർത്ഥത്തിലും ചേർത്ത് പിടിച്ച് നിർത്തിയ ആളുകൾ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളാ. നിങ്ങൾക്ക് ആരും അറിയോ, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമായിരുന്നു. രാഹുലിൻ്റെ MLA സ്ഥാനം നിലനിർത്താൻ അയാൾക്കത് ഇപ്പോഴും കൊണ്ടു നടക്കാൻ കാലാവധി പൂർത്തിയാക്കും വരെ MLA ആയി തുടരാനുള്ള അവസരം നൽകിയത് കോൺഗ്രസ്സാണ്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ പാലക്കാട് വന്നിട്ട് സ്മൈൽ ഭവന പദ്ധതി, MLA ഇനീഷ്യേറ്റീവ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ താക്കോൽ കൈമാറ്റം നടത്താനും പാലക്കാട് പ്രവർത്തനം നടത്താനും MLA ഉണ്ടാകുമായിരുന്നില്ല. മനസ്സിലായില്ലേ? ആ MLA സ്ഥാനം രാഹുലിന് ഭദ്രമായി കൊണ്ടു നടക്കാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ ഒരു ഘട്ടത്തിൽ അയോഗ്യനാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞ് അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് VD സതീശൻ അടക്കമുള്ള ആളുകൾ വെല്ലുവിളിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് രാഹുലിൻ്റെ MLA സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇതൊന്നും കോൺഗ്രസിനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും കഴിയുകയുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഞങ്ങൾ രാഹുൽ വലിയ സപ്പോർട്ടാണ്, പക്ഷേ കോൺഗ്രസ് നേതാക്കളെ ഞങ്ങൾ തെറി വിളിക്കും, അങ്ങനെയൊന്നല്ല. രാഹുൽ എന്തുകൊണ്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇനി നിമിഷം വരെ പാർട്ടിക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാത്തത്, പാർട്ടിക്കെതിരായിട്ട് ഒരു മൊട്ടുസൂചി പോലും ചലിപ്പിക്കാത്തത് എന്തേ?